ഹായ് ഓൾ, SSG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് എക്സാമിനുമായി ബന്ധപ്പെട്ട് കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. ഇത്തവണ കേട്ടിട്ട് നിർബന്ധമായിട്ടും കിട്ടണമെന്ന് ആഗ്രഹിച്ച് പലരും നേരത്തെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. നോട്ടിഫിക്കേഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൈക്കോളജി ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞു പോകാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മറക്കരുത്. ഒരുപാട് വീഡിയോസ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളായിട്ടും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ആയിട്ടും ഒരുപാട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ സയൻസിൻ്റെയും EVSൻ്റെയും ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യ ചോദ്യം നോക്കൂ. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്കുയരാനും സ്വത്ത് സാക്ഷാത്കാരത്തിനുമുള്ള കഴിവിനെ ബഹുമുഖ ബുദ്ധിയുമായി ബന്ധപ്പെടുത്തി പറയാവുന്നത്. അതായത് ഇനിഷ്യേറ്റ് ആക്ഷൻസ് ബൈ ഐഡൻറ്റിഫൈ വൺ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആൻഡ് യൂട്ടിലൈസ് മാക്സിമം പൊട്ടൻഷ്യൽ ടു അറ്റൈൻ സെൽഫ് ആക്ച്വലൈസേഷൻ ക്യാൻ ബി ടേംഡ് ഇൻ റിലേഷൻ ടു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആസ്. അപ്പോൾ ഈ ഒരു ക്ലാസ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. LP UPക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും കേട്ടിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും യൂസ്ഫുൾ ആവുന്ന രൂപത്തിലാണ് ക്ലാസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ദൃശ്യ സ്ഥലപര ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി അഥവാ വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻ്റലിജൻസ്, ദൃശ്യ സ്ഥലപര ബുദ്ധി. നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്, പ്രകൃതിപരമായ ബുദ്ധി. ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, ആന്തരിക വൈയക്തിക ബുദ്ധി. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, വ്യക്തിയാന്തര ബുദ്ധി. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. ഓക്കെ, അപ്പോൾ സ്വന്തം സെൽഫായിട്ടുള്ള കാര്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? തീർച്ചയായിട്ടും ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും വരുന്നത്? ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്, അഥവാ ആന്തരിക വൈയക്തിക ബുദ്ധി. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിയാം, നമുക്ക് നമ്മുടെ സെൽഫിനെ തന്നെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് സ്വാഭാവികമായിട്ട് ഏതായിരിക്കും? ഇൻട്രാപേഴ്സണൽ ആണ്. അതേസമയം മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകുന്നതാണെങ്കിൽ നമുക്ക് ആ ഇൻ്റലിജൻസിനെ എന്ത് വിളിക്കാം? ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കാം. ഓക്കെ, അഥവാ വ്യക്തിയാന്തര ബുദ്ധി. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ മറ്റുള്ളവരെ മനസ്സിലാക്കിയ പെരുമാറാനും ഒക്കെയുള്ള ആ ഒരു കഴിവാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. ഓക്കെ, അപ്പോൾ ഇത് ആരുടെ തിയറിയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഹൊവാർഡ് ഗാർഡനറിൻ്റെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ നിന്നും വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. കേട്ടറ്റ് എക്സാമിനായാലും LP UPക്കായാലും സ്ഥിരം ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം നന്നായിട്ട് നോക്കുക. നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ഹൊവാർഡ് ഗാർഡനറിൻ്റെ തിയറിയാണ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതി ഉണ്ടല്ലോ, ഏതാണത്? ഫ്രെയിംസ് ഓഫ് മൈൻഡ്. ഏതാണ്? ഫ്രെയിംസ് ഓഫ് മൈൻഡ്. ഓക്കെ, മറന്നു പോകരുത്, ഫ്രെയിംസ് ഓഫ് മൈൻഡ്. ഓക്കെ, ഒരു 8 ബുദ്ധിയെക്കുറിച്ച് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന തിയറിയിൽ പറയുന്നുണ്ട്. വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻ്റലിജൻസ്, നാച്ചുറലിസ്റ്റിക്, ഇൻ്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, അതുപോലെ തന്നെ ബോഡിലി കൈനസ്തെറ്റിക്, അതുപോലെ മ്യൂസിക്കലായിട്ടുള്ള ഇൻ്റലിജൻസിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ഇതിൽ പറയുന്നുണ്ട്. ആണ് ഹൊവാർഡ് ഗാർഡനറിൻ്റെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ വരുന്ന ആ 8 കാര്യങ്ങൾ. നാച്ചുറലിസ്റ്റിക്, അതായത് അണ്ടർസ്റ്റാൻഡിങ് ലിവിങ് തിങ്സ് ആൻഡ് റീഡിങ് നേച്ചർ. പ്രകൃതിയെ മനസ്സിലാക്കാനും അതുപോലെ ലിവിങ് തിങ്സിനെ മനസ്സിലാക്കാനുമുള്ള ഒരു ശേഷിയാണ് നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ടുള്ള ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മ്യൂസിക്കലാണ്. എന്താണ്? ഡിസേർണിങ് സൗണ്ട്, ദെയർ പിച്ച്, ടോൺ, റിതം ആൻഡ് ടിംബർ. അതായത് മ്യൂസിക്കലായിട്ടുള്ള ചില ഇൻ്റലിജൻസ് ഉള്ള ആളുകളുണ്ടാവും. അവർക്ക് മ്യൂസിക്കിനോട് കൂടുതൽ അടുപ്പവും മ്യൂസിക് അത് പ്രത്യേക സൗണ്ടിൽ അത് പാടാനും അതുപോലെ ആ ഒരേ ടോണിൽ കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്നത് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾക്കാണ്. നെക്സ്റ്റ് എന്താണ്? ബോഡിലി കൈനസ്തെറ്റിക്. അവർ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ബോഡിയെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുക. അതായത് കോർഡിനേറ്റിംഗ് യുവർ മൈൻഡ് വിത്ത് യുവർ ബോഡി. അതായത് ഈ ഡാൻസേഴ്സ് അതുപോലെ അത്ലറ്റ്സിനൊക്കെ നമുക്ക് ഇതിൽ പെടുത്താം. ഈ ഒരു ബോഡിലി കൈനസ്തെറ്റിക്കുള്ള ആളുകളായിട്ട് പരിഗണിക്കാം. നെക്സ്റ്റ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ആണ്. ക്വാണ്ടിഫൈയിങ് തിങ്സ്, മേക്കിംഗ് ഹൈപ്പോത്തസിസ് ആൻഡ് പ്രൂവിങ് ദം. അതായത് മാത്തമാറ്റിക്കലായിട്ടുള്ള ഗണിതശാസ്ത്രപരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ലോജിക്കലി കണ്ടെത്താനുള്ള ശേഷിയുള്ള ആളുകളാണ് ഇത് ലോജിക്കൽ മാത്തമാറ്റിക്കലിൽ വരുന്നത്. അതേസമയം ഇൻ്റർപേഴ്സണൽ ആണ്. ഇൻ്റർപേഴ്സണൽ എന്താണ്? സെൻസിങ് പീപ്പിൾസ് ഫീലിംഗ് ആൻഡ് മോട്ടീവ്സ്. മറ്റുള്ളവരുടെ മോട്ടീവ്സ് എന്താണ്, മറ്റുള്ളവരുടെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ
എന്താണ് അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാനും പറ്റുക എന്നുള്ളതാണ് ഇത് ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസിൽ വരുന്നത്. ഇനി ഇൻട്രാ പേഴ്സണൽ, അണ്ടർസ്റ്റാൻഡിങ് യുവർ സെൽഫ്, വാട്ട് യു ഫീൽ ആൻഡ് വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ആരാവാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, ഈ കാര്യങ്ങളും നിങ്ങളുടെ സെൽഫായിട്ട് മനസ്സിലാക്കാനുള്ള ശേഷിയാണ് ഇൻട്രാ പേഴ്സണൽ. നെക്സ്റ്റ് ഏതാണ്? ലിംഗ്വിസ്റ്റിക് ആണ്. ഫൈൻഡിങ് ദി റൈറ്റ് വേർഡ്സ് ടു എക്സ്പ്രസ് വാട്ട് യു മീൻ. അതായത് ഈ എന്താണ് കറക്റ്റായിട്ട് ആ ഒരു ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളുകളെ നമുക്ക് ഈ എഴുത്തുകാരെ, ജേർണലിസ്റ്റുകളൊക്കെ നമുക്ക് ഇതിൽ പെടുത്താം, ഈ ഒരു ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ളവരായിട്ട് പെടുത്താം. നെക്സ്റ്റ് സ്പേഷ്യൽ ആണ്. വിഷ്വലൈസിങ് ദ വേൾഡ് ഇൻ 3D. ഓക്കെ, അപ്പോൾ 3D വിഷ്വലൈസിനും അതുപോലെ കഴിവുള്ള ആളുകളെയാണ് നമ്മൾ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളവരെന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഹൊവാർഡ് ഗാർഡനറിൻ്റെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ വരുന്നത്. കൃത്യമായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും ഈ ഭാഗത്തുനിന്ന് 1-2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ചോദ്യം നോക്കൂ. സിനി പാഠങ്ങൾ വളരെ പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ പഠിക്കുന്നു. അതായത് സിനി ലേൺസ് ദ ലെസൺസ് വെരി ക്വിക്ക്ലി വിത്തിൻ നോ ടൈം, ബട്ട് മിനി ടേക്സ് a lot of time to learn the same lessons. It shows the developmental principle of. അപ്പോൾ എന്താണ് പറയുന്നത്? സിനി കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നു, അതേസമയം മറ്റൊരാൾ, അതായത് മിനി എങ്ങനെയാണ് വളരെ സാവധാനമാണ് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. ഇത് ഏത് വികാസ തത്വത്തെയാണ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഏത് പ്രിൻസിപ്പിളിനെയാണ് സൂചിപ്പിക്കുന്നത്? കണ്ടിന്യൂറ്റി അഥവാ തുടർച്ച, ജനറൽ ടു സ്പെസിഫിക് പൊതുവായതിൽ നിന്ന് പ്രത്യേകമായതിലേക്ക്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് വ്യക്തിവ്യത്യാസം, അതുപോലെ ഇൻ്റർ റിലേഷൻഷിപ്പ് പരസ്പര ബന്ധം. നമുക്കറിയാം തിയറി ഓഫ് ഡെവലപ്മെൻറ്റ് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്. സിഫാലോ കോഡല്, പ്രോക്സിമോഡിസ്റ്റല്, അതുപോലെ കണ്ടിന്യൂറ്റി, ജനറൽ ടു സ്പെസിഫിക്, അങ്ങനെ കുറേ നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡെവലപ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് പഠിക്കുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ കാര്യം, അതായത് ഒരാൾ പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കുന്നു, മറ്റാൾ സാവധാനം പഠിക്കുന്നു, ഇത് ഏതിലാണ് വരുന്നത്? ഏത് തത്വമായിട്ട് നമുക്കിതിനെ കണക്ട് ചെയ്യാൻ പറ്റും? ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്, വ്യക്തിവ്യത്യാസമാണ് അല്ലേ? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓരോ വ്യക്തിയിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഓരോ വ്യക്തിയിലും ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, വ്യക്തിവ്യത്യാസം എന്നുള്ളതാണ് നമുക്കിവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ചില ആളുകൾ പെട്ടെന്ന് പഠിച്ചെടുക്കും, ചില ആളുകൾ വളരെ സമയം എടുത്തിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? അവരുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യാസങ്ങളാണ്. സോ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ 8 പ്രിൻസിപ്പിൾസ്, 8-9 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്, അതെപ്പോഴും ചോദിക്കാറുണ്ട്. നമുക്ക് എങ്ങനെ അറിയാം നമ്മുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്? ആദ്യം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്നീടാണ് സ്പെസിഫിക് ആയിട്ടുള്ളതിലേക്ക് അല്ലെങ്കിൽ പ്രത്യേകമായതിലേക്കുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതുപോലെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണെന്ന് നമുക്ക് പറയാം അല്ലേ? നമ്മുടെ ജനനം മുതൽ മരണം വരെ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആണ്, ഇൻ്റർ റിലേറ്റഡ് ആണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ സിഫാലോ കോഡലാണ്, അതുപോലെ പ്രോക്സിമോഡിസ്റ്റലാണ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ നിന്നൊക്കെ സ്ഥിരം ചോദ്യങ്ങൾ വരുന്നതാണ്. നെക്സ്റ്റ്, എല്ലാ നവജാത ശിശുക്കൾക്കും ജന്മനാ തന്നെ ഭാഷയുടെ ആന്തരിക ഘടന മനസ്സിലാക്കി ഭാഷാ വികാസം സാധ്യമാകുന്നതിനുള്ള ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ടെന്ന് നിർദ്ദേശിച്ചത് ആരാണ്? എവറി ന്യൂ ബോൺ ചൈൽഡ് ഹാസ് ആൻ ഇന്നേറ്റ് മെൻ്റൽ സ്ട്രക്ചർ റെസ്പോൺസിബിൾ ഫോർ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് കോൾഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. അതായത് ജനിക്കുമ്പോൾ തന്നെ ഒരു കുട്ടിയിൽ ഭാഷ മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക ഡിവൈസ് പോലെയുള്ള ഒരു സംഭവം നമ്മുടെ തലച്ചോറിലുണ്ട് എന്ന് പറഞ്ഞ്, അതായത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, നമ്മളതിനെ ചുരുക്കി ലാഡ് എന്ന് പറയും. ഓക്കെ, അപ്പം ഈ ലാഡ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ജീൻ പിയാഷെ, ലേ വൈഗോട്സ്കി, നോം ചോംസ്കി, ജെറോമസ് ബ്രൂണർ. ആരാണ്? കറക്റ്റ് ഓപ്ഷൻ സി ആണ് അല്ലേ? നോം ചോംസ്കി ആണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കാര്യം അഭിപ്രായപ്പെട്ടത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഏതൊരു കുട്ടി ജനിക്കുമ്പോഴും നമുക്ക് അത് ഏത് രാജ്യത്തുള്ളതാവട്ടെ, നമുക്ക് എന്താണ് ആ ഒരു കുട്ടിയുടെ തലയിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ശരീരത്തിൽ എന്തുണ്ട്? ഒരു ലാഡ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ലാംഗ്വേജ് പഠിച്ചെടുക്കാനുള്ള ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്ന ഒരു ലാഡ് എന്ന് പറയുന്ന സംഭവം നമുക്കുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു ഭാഷ മനസ്സിലാക്കാൻ സഹായിക്കുന്നത്, ഭാഷ ഡെവലപ്പ് ചെയ്യാനും സഹായിക്കുന്നത് എന്നാണ് ആര് വാദിച്ചത്? നമ്മുടെ നോം ചോംസ്കി വാദിച്ചത്. ഓക്കെ, യൂണിവേഴ്സൽ ഗ്രാമർ എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? നോം ചോംസ്കിയാണ്. എല്ലാ ഭാഷയുടെയും ഗ്രാമർ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, യൂണിവേഴ്സലാണ്, സാർവത്രികമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് നോം ചോംസ്കിയാണ്. അതുപോലെ ഈ യൂണിവേഴ്സൽ ഗ്രാമർ, ലാഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റും, അതുപോലെ മനുഷ്യൻ്റെ
അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത് ജന്മനാ തന്നെ സ്വാധീനിക്കപ്പെടുന്ന അല്ലെങ്കിൽ ജന്മനാ ഉള്ള ഒരു കഴിവാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നോം ചോംസ്കി. അതേസമയം നമ്മൾ വൈഗോട്സ്കിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് തിയറി പഠിക്കാറുണ്ട്. അതിലെന്താണ് വൈഗോട്സ്കി അഭിപ്രായപ്പെട്ടത്? തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ നോം ചോംസ്കിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് നോം ചോംസ്കി പറയുന്നത്. നമ്മുടെ വൈഗോട്സ്കി പറയുന്നത് എന്താണ്? കുട്ടി ഭാഷ ഡെവലപ്പ് ചെയ്യുന്നത് സ്വന്തം ചുറ്റുപാടിൽ നിന്നാണ്. ചുറ്റുപാടിൽ നിന്നുള്ള അവൻ്റെ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടിക്ക് ഭാഷ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നത്, അല്ലാണ്ട് ജന്മനാലുള്ള കഴിവല്ല എന്ന് വാദിച്ച വ്യക്തിയാണ് ലേ വൈഗോട്സ്കി. വൈഗോട്സ്കിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. വൈഗോട്സ്കി കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്, സഹകരണ പഠനം, സഹവർത്തിത പഠനം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. എന്താണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്? ZPD എന്ന് നമ്മൾ പറയും. എന്താണ് ZPD? ഒരു കുട്ടിക്ക് സ്വന്തം കഴിവ് വെച്ച് അല്ലെങ്കിൽ സ്വന്തം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലുണ്ട് അല്ലേ. അതുകൂടാതെ മറ്റൊരാൾ ആ കുട്ടിയെ കുറച്ചുകൂടെ മുതിർന്ന ആൾ അല്ലെങ്കിൽ ഒരു ടീച്ചറോ മറ്റോ ഒരു കുട്ടിയെ സഹായിക്കുകയാണെങ്കിൽ അവന് കുറച്ചുകൂടെ ഉയരത്തിലെത്തിപ്പെടാം അല്ലെങ്കിൽ അവൻ്റെ കുറച്ചുകൂടെ ഫ്രണ്ടിലെത്തിപ്പെടാം. അപ്പം ഈ ഒരു രണ്ട് പ്ലേസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കുട്ടിക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് ആക്ച്വൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ മറ്റൊരാളുടെ സഹായം കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഇങ്ങനെ ഒരു കുട്ടി അവൻ്റെ ഡെവലപ്മെൻറ്റിൽ മറ്റൊരാൾ സഹായിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്കാഫോൾഡിങ് അഥവാ കൈത്താങ്ങ് എന്ന് വിളിക്കുന്നത്. എന്താണ് സ്കാഫോൾഡിങ്? ഇതൊക്കെ ആരുടെ തിയറിയിൽ വരുന്നതാണ്? വൈഗോട്സ്കിയുടെ തിയറിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. GN പിയാഷെ ആരാണ്? ഇതിൽ കൊടുത്തിട്ടുള്ള നമ്മൾ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഫാദറായിട്ടും കൊഗ്നിറ്റീവിസത്തിൻ്റെ ഫാദറായിട്ടൊക്കെ പറയുന്ന ജീൻ പിയാഷെ അല്ലേ. കുട്ടികളുടെ ഡെവലപ്മെൻറ്റുമായിട്ടുള്ള തിയറി കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ജീൻ പിയാഷെ. കുട്ടികളെ ലിറ്റിൽ സയൻറ്റിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ആളാണ് ജീൻ പിയാഷെ. അതുപോലെ ജെറോമസ് ബ്രൂണറിൻ്റെ തിയറി നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെയായിരുന്നു ജെറോമസ് ബ്രൂണറിൻ്റെ തിയറിയിൽ വരുന്നത്? ഡെവലപ്മെൻറ്റൽ തിയറിയിൽ വരുന്നത് എനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്ന 3 ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചത് ജെറോമസ് ബ്രൂണറിൻ്റേതാണ്. എനാക്റ്റീവ് സ്റ്റേജ് ആദ്യം കുട്ടികൾ ഇമേജിലൂടെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്, ചിത്രങ്ങൾ കണ്ടിട്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. ദെൻ ഐക്കോണിക് സ്റ്റേജ്, അതുപോലെ എന്താണ് സിംബോളിക് സ്റ്റേജ്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ എനാക്റ്റീവ് അതുപോലെ ഐക്കോണിക്, സിംബോളിക് എന്ന് പറയുന്ന ഈ 3 സ്റ്റേജും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ജെറോമസ് ബ്രൂണറിൻ്റെ തിയറിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.